ഇവിടെയും മലയോര മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് മൃഗങ്ങളുടെ ആക്രമണങ്ങൾ രൂക്ഷമായത് അവിടെയുള്ളവരെ ആശങ്കയിലാക്കുന്നുണ്ട്. കൃഷിനാശം തുടർക്കഥയാണ്. കഴിഞ്ഞ വർഷം കണമലിൽ കാട്ടുപോത്താക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. വന്യമൃഗശല്യം രൂക്ഷമായ ഏഞ്ചൽ വാലിയിൽ നിന്ന് ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, അവിടെ വന്യമൃഗശല്യം നിലനിൽക്കുന്ന ഒരു മേഖലയാണല്ലോ. എന്താണ് ആ നാട്ടുകാർക്ക് പറയാനുള്ളത് ടോബി? വന്യജീവികളുടെ ആക്രമണത്തിൽ കോട്ടയത്തും ആശങ്കകളുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത് കിഴക്കൻ മേഖലയിലാണ്. കോട്ടയം ജില്ലയുടെ ഇടുക്കി ജില്ലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എല്ലാം ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ദുരിതത്തിലാണ് ഇവിടെയുള്ള കർഷകർ. പ്രധാനമായും നിരവധി കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളുള്ള ഒരു മേഖലയാണ്. ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും അതിനുശേഷം അത്തരം കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന നിരുത്തരവാദപരമായ സാഹചര്യങ്ങളിൽ നിന്ന്, നിരുത്തരവാദപരമായ നടപടികളിൽ നിന്ന് സർക്കാരും ഉത്തരവാദിത്തപ്പെട്ടവരും പിന്മാറണം. അവർ കൃത്യമായ ക്രിയാത്മകമായ നടപടികളിലേക്ക് വരുമ്പോൾ മാത്രമേ മനുഷ്യന് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. മനുഷ്യന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം നൽകാൻ കടപ്പെട്ടവനും ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് സർക്കാരും ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും. നമ്മളുടെ ഭരണ സംവിധാനങ്ങളും സർക്കാരുകളുമൊക്കെ ഈ മനുഷ്യന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെടുന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ പോലുള്ള സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനോവിഷമവും മാനസിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ് ഇവിടെയുള്ള കർഷകർ മുഴുവനും. അവരും അവരുടെ മുന്നിലും ഇതേ ഭീതിയും ഭയവും അവരുടെ മുന്നിലും തെളിഞ്ഞു വരുന്നു എന്നത് ഈ ദിവസങ്ങളിൽ ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഇടപെടലുകളിലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഈ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ടത്. ഈ ഓസ്ട്രേലിയയിലാണെങ്കിലും യുഎസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഓസ്ട്രേലിയയിലാണ് ഈ കങ്കാരുകൾ വരുമ്പോൾ അവരെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കാടുകളെന്ന് പറയുന്ന വളരെ ഇന്ത്യയിലെ ഏറ്റവും വനവിസ്തൃതിയുള്ള പ്രദേശം കേരളം തന്നെയാണ്. ഈ കേരളത്തിൽ അധിവസിക്കാമെന്ന് ഇപ്പം വയനാട്ടിലെ സംഭവം എന്ന് പറഞ്ഞാൽ ആ 600 ആനകൾ വസിക്കേണ്ട കാട്ടിലാണ് ഇപ്പോൾ 7000-ഓളം ആനകൾ പെറ്റുപെരിയിരിക്കുന്നത്. അതുപോലെ എല്ലാ മൃഗങ്ങളും, കാട്ടുപന്നിയുടെ കാര്യമാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന്. ഇപ്പോൾ ടൗണുകളിലെല്ലാം കാട്ടുപന്നിയായി. പമ്പാവാലി പ്രദേശം, ഏഞ്ചൽ വാലി മാത്രമല്ല, ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മണിമന്ദിരങ്ങളിലിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇതിനെ കൊല്ലാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ അവർക്ക് അനുഭവമായിട്ടുണ്ട്. അവരുടെ വീടുകളിൽ കാട്ടുപന്നികൾ കയറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിച്ചേ മതിയാവുള്ളൂ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതത്വം വേണം. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് സോളാർ ഫെൻസിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതൊന്നും ചാർജോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. എരുമേലി പഞ്ചായത്തിന്റെ പല വാർഡുകളിലും വന്യമൃഗശല്യം അതിരൂക്ഷമായി നേരിടുകയാണ്. ഇവിടുത്തെ സംബന്ധിച്ച് പറയാൻ ജനങ്ങൾക്ക് 6 മണി കഴിഞ്ഞാൽ പോലും പകൽ പോലും ഇറങ്ങി നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭയത്തോടു കൂടിയാണ് പുലിയായിട്ടും കടുവയായിട്ടും ആനയായിട്ടും കാട്ടുപോത്ത് അങ്ങനെ എല്ലാവിധ ശല്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ. അത് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ആണ് ചെയ്യേണ്ടത് എന്നാണ് അധികാരികളോട് പറയാനുള്ളത്. നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ അധികാരികളുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളതാ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊടുമ്പനമായിരുന്നപ്പോൾ ഇവിടുന്ന് കപ്പയും അതുപോലെ മറ്റു ഭക്ഷ്യവസ്തുക്കളെല്ലാം കയറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് ലോറിക്ക് കയറ്റി വിടുമായിരുന്നു. ഇപ്പം മറ്റു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതെല്ലാം കൊണ്ടുവരേണ്ട ഗതികേടാവുന്നിരിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അത്തരമൊരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായും ഭരണകൂടം ഇടപെടേണ്ടതുണ്ട്.